സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു. എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ. എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം. എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം. നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി കാത്തു നിൽപ്പു. എന്നിമയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. ഓ, ഇവനിതിപ്പോൾ അരമണിക്കൂറായല്ലോ ബാത്റൂമിൽ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇവരെന്താ ബാത്റൂമിൽ പൂശിയിട്ടാണോ കുളിക്കുന്നത്? അവ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കാണും, ബാക്കിയുള്ളവൻ്റെ ഉറക്കവും കളഞ്ഞിട്ട്. ഇന്നലെ തൊട്ടൊരു പോള കണ്ണടച്ചിട്ടില്ല. ഇനി എങ്ങനെ കമ്പനിയിൽ പോയിരുന്ന് ഉറക്കം തൂങ്ങുമെന്തോ. ഇറങ്ങിയിരുന്നെങ്കിൽ ഇത് ചോദിക്കായിരുന്നു, തമാശയ്ക്ക് എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്ന്. അതെ 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 അതെ, അങ്ങനെ ആവാനേ വഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ 2 ദിവസം കൊണ്ടല്ലേ അവൻ എൻ്റെ അടുത്ത് പ്രേമം തോന്നുന്നു. ഇത് വരാത്തത് കോപ്പ്. ഈ മുടി. അയ്യോ, ഇയാളെന്തോ. ഗുഡ് മോർണിംഗ്. എന്താ ചെറുക്ക, നിൻ്റെ ഈ ചിരിച്ചോണ്ടുള്ള കുഴച്ചിലുണ്ടല്ലോ, ഇത് എൻ്റെ അടുത്ത് കാണിക്കില്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെ നീ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഐ ലവ് യു എന്നും ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ. അതൊക്കെ ചുമ്മാ പറഞ്ഞല്ലേ, എന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്നെ മൂഡ് കളയാൻ, എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി, ഇതിനൊക്കെ പറഞ്ഞല്ലേ. അല്ലാതെ ശരിക്കും നിനക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇയാളെന്തുവാ കണിയാനോ? ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ മുൻകൂട്ടി കാണാനായിട്ട്. അത് പിന്നെ ആരും പറഞ്ഞു? ഞാനതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് ഉള്ളിൽ തട്ടി ഹൃദയത്തിൽ തട്ടി പറഞ്ഞതാ. അത് ഇഗാഷിന് അങ്ങനെ തോന്നാത്ത എൻ്റെ കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിലും ഇഗാഷിനും മറ്റുള്ളവരുടെ ഫീലിങ്സൊക്കെ കറിവേപ്പിലാണല്ലോ. എൻ്റെ പ്രണയം ഞാൻ മുളയിലേക്കൊന്ന് ഉള്ളിക്കോളാം, വിഷമമൊന്നുമില്ല. ഡാ ആരും പറഞ്ഞു എനിക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സൊക്കെ കറിവേപ്പിലാണെന്ന്? നീ അങ്ങ് പറഞ്ഞാൽ മതിയാ. ഞാനേ എല്ലാവരുടെയും വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. നീ കളിക്കല്ലേ, നീ തമാശയ്ക്ക് പറഞ്ഞാന്ന് എനിക്ക് നന്നായിട്ടറിയാം. വെറുതെ എന്നെ നീ പ്രശ്നത്തിലാക്കാതെ നീ കാര്യം പറഞ്ഞേ. നീ തമാശയ്ക്ക് പറഞ്ഞല്ലേ. എല്ലാം പോട്ടെ, ഐ എം എൻഗേജ്ഡ്. സോ വാട്ട്, ഐ ലവ് യു. എൻഗേജ്ഡ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്താ? എനിക്കെൻ്റെ പ്രണയം കളയാനൊന്നും പറ്റത്തില്ല. പിന്നെ എന്നെക്കാളും മുമ്പേ വന്ന് എൻഗേജ്ഡ് ആവാൻ ഞാൻ അവളോട് പറഞ്ഞോ? ഇല്ലല്ലോ. അത് ഞാനായാലും ശരി, ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു. അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ, ഞാൻ താഴെ കാണും. ഈ ചെറുക്കനെൻ്റെ ഉള്ള സമാധാനം കൂടെ കളഞ്ഞല്ലോ ദൈവമേ.
എന്ത് ചെയ്യും ഞാൻ ഈ നോ പറഞ്ഞത് എൻഗേജ്ഡാന്നൊക്കെ പറഞ്ഞതൊക്കെ അവന് വിഷമായി കാണത്തില്ലേ? അവൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും എന്തുമാത്രം വിഷമിക്കും സ്നേഹിക്കുന്ന ആളെ റിജക്റ്റ് ചെയ്യുമ്പോൾ. ഈ അപ്പൂപ്പയൊക്കെ കാരണമാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവനോട് കണ്ണും പൂട്ടി യെസ് പറഞ്ഞേനെ. അവനെന്തൊരു കുറവ്? വിഷ്ണുദാസിൻ്റെ മോനെന്നുള്ള അല്ലാണ്ട് അവനൊരു കുറവുമില്ല. പോരാഞ്ഞിട്ട് എനിക്ക് അവനോട് ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളമായിപ്പോവും. കള്ളം പറയാനൊന്നും എന്നെ കിട്ടത്തില്ല. പക്ഷെ ഇപ്പോൾ എന്തായാലും ഞാൻ സാറേ കിട്ടത്തില്ല. പക്ഷെ എന്നാലും വേണ്ട. അല്ലേലേ വിഷ്ണുദാസ് കുരു പൊട്ടി നടക്കുക. അല്ലേലും വേണ്ട, അത് ശരിയാവത്തില്ല. അവൻ എന്തായാലും അവനോട് കുറച്ച് ഗ്യാപ്പ് ഇടുന്നത് നല്ലതാണ്. ഇനി അവനെ വെറുതെ പിടിച്ചിട്ട് വഴക്കുറയുക, വെറുതെ പിടിച്ചിട്ട് ഉമ്മിക്കുക, ഇതൊന്നും വേണ്ട. അതൊക്കെ കാരണം ചെറുക്കൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓരോരുത്തർ പൊട്ടത്തരങ്ങൾ കയറി വന്നത്. എല്ലാം എൻ്റെ തെറ്റാ, എൻ്റെ മാത്രം തെറ്റ്. ഇത് നേരത്താണാവോ ദൈവമേ. കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിൽക്കാം, അതേ നടക്കും. അയ്യ, എന്തോ വലിഞ്ഞ സ്വപ്നം. ലോകത്തൊരിക്കലും നടക്കാത്ത കാര്യങ്ങൾ സ്വപ്നം കാണാൻ മാത്രമേ നിന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ ഋഷി. പറയുന്നുണ്ടോന്നും തോന്നരുതടാ. വലിഞ്ഞ സ്വപ്നമായിട്ടുണ്ട് കേട്ടാ. വണ്ടർഫുൾ. പോരട്ട സ്വപ്നം കണ്ടിട്ട് വന്ന് നിൽക്കുക. ഇങ്ങോട്ട് താ, ഞാൻ ചെയ്യാൻ ബാക്കി. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എൻ്റെ പഞ്ചാബി മുത്തപ്പ. അവിടെ നിന്ന് മിണ്ടാതെ ജോലിക്കാരുണ്ടാക്കി തരുന്ന ഫുഡും, തുണി കഴുകാൻ ഒരാള്, അടുക്കളപ്പണിയെ ഒരാള്, എൻ്റെ നോട്ട് എഴുതി തന്നെ ഒരാളുണ്ടായിരുന്നു, നിനക്കറിയോ? അതൊക്കെ കളഞ്ഞിട്ട് ആകപ്പാടുള്ളൊരു കസിൻ ബ്രദറല്ലേ, അവനെ ഹെൽപ്പ് ചെയ്യാനും പറഞ്ഞുകൊണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി അപ്പായെ കൊണ്ട് ഫ്ലൈറ്റും ബുക്ക് ചെയ്യിപ്പിച്ച് ഓടിത്തുള്ളി ഇങ്ങ് വന്നേക്കുന്നു. എനിക്ക് ഇത് തന്നെ വേണം. എന്നിട്ട് ഇവിടെ ഞാൻ അടുക്കളപ്പണിയോട്ട് ബ്രേക്ക്ഫാസ്റ്റ് വരെ ഉണ്ടാക്കേണ്ട അവസ്ഥയാ. നിന്നെ ഞാൻ ഉണ്ടല്ലോ, അങ്ങോട്ട് സഹായിക്കട പട്ടി. ആഹാ, രാവിലെ കിച്ചണിൽ അടിയാണോ രണ്ടുപേരും കൂടി? ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ കണ്ട കപ്പിളെന്ന് തന്നെ പറയും. എനിക്ക് പേര് ഇവിടെ ചൈതൂങ്ങണാണ് വന്നിരുന്നെങ്കിൽ ഉറപ്പിച്ചെന്നെ ചൈതോട്ടാൻ. നീയൊക്കെ രണ്ട് കീരിയും പാമ്പുമാണെന്ന്. എൻ്റെ പൊന്നു കുശി, നിനക്കെങ്കിലും ഇത്തിരി കൺട്രോൾ ചെയ്തൂടെ? മാറ്, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇവിടെ ഒരുത്തൻ്റെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. പിന്നെയാണ് നീ. അല്ലടാ, ഇന്നെന്താ കിച്ചണിൽ ആൻറ്റിമാർ വരുന്നില്ല എന്ന് പറഞ്ഞേ? നാളെയെങ്കിലും വരുമോ? അല്ല, നാളെ ആണല്ലോ നിന്റെ ബർത്ത്ഡേ തന്നെ കിച്ചണിൽ കയറി വർക്ക് ചെയ്യുന്ന ആരെയും ആലോചിച്ചിട്ട് അൺസൈക്കബിൾ മോനെ. അങ്ങനൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ചോദിക്കുന്നതാ. എന്റെ പൊന്നു കുഷി, നീ ഓവർ ആക്ട് ചെയ്യല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞോ ചെയ്യാനായിട്ട്? അവളുടെ ഒരു എടാ തൃശു, നീ തന്നെ കേക്ക്. അവളി തന്നെ വന്ന് അവളി തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് കയറി നിന്നിട്ടാണ് ഇത്രയും ഡയലോഗുകൾ ഇവിടെ നിന്ന് അടിച്ചത്. നിൽക്കുന്ന ഇപ്പോൾ ഉണ്ടാത്തോണ്ട് ഞാൻ അവളോട് പറഞ്ഞ അടുക്കള പണി ചെയ്യുന്നു. മിണ്ടാതെ ഞാൻ പറഞ്ഞത് നീ പോ, ഞാൻ ചെയ്തോളാന്ന്. ഇതൊക്കെ ഇവിടെ ഡെയിലി ഞാൻ തന്നെ ചെയ്യുന്നേ. ആന്റിമാര് വന്നില്ലെങ്കിൽ ആന്റിയുടെ ചെറുച്ചിനോ എന്തോ വയ്യെന്നാ പറഞ്ഞ. എന്നോട് വന്നിരുന്ന കാര്യം വരുമ്പോൾ ഞാൻ പറഞ്ഞ ആന്റി പൊക്കോന്ന് പറഞ്ഞു. അവര് വന്നതാ, പാവം. അവരാ ചായ ഇട്ട് വെച്ചത്, ബാക്കിയൊക്കെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ടാ അത് പോയത്, അല്ലാണ്ട് അവർ വരാത്തൊന്നുമല്ല. ആർക്കെങ്കിലുമൊക്കെ വയ്യാണ്ടായാലേ അതിൻ്റെയൊക്കെ വിഷമം മനസ്സിലാകത്തുള്ളൂ, പാവം. അതുകൊണ്ടാണ് ഞാൻ അതിനെ പറഞ്ഞോട്ടെ. നിന്നോട് ഞാൻ പറഞ്ഞോട് ചെയ്യാനായിട്ട് കൂട്ടിപ്പിച്ചാച്ച് മാറി നിൽക്ക്, ഞാൻ തന്നെ ചെയ്തോളാം. എൻ്റെ പൊന്നോ, ഒന്ന് നിർത്തുവോ? ഞാൻ ഇപ്പോൾ പറഞ്ഞു വാ, നാക്കിലോട്ടെടുത്ത് ഇട്ടേലേ ഉള്ളൂ. ഇങ്ങനെ അടി ഉണ്ടാക്കല്ലേ. ചൈതവും മുസാനും അങ്ങനെയാണ് കണ്ടുകൊണ്ട് വരുന്നെങ്കിൽ എൻ്റെ പൊന്നു പിള്ളേരെ പോയി. നമ്മുടെ പ്ലാൻ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോവും. അതുകൊണ്ട് പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്, ഓക്കെ? മാറ്, ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം. തൽക്കാലം പൊന്നുമോ ഹെൽപ്പ് ഉണ്ട, അവിടെ ഇരിക്കും. എന്നിട്ട് ഇന്നലെ പോയ പ്ലാൻ എന്തായെന്ന് പറ. നീ പറഞ്ഞോ, എന്തായിരുന്നു ഇക്കാഷിൻ്റെ എക്സ്പ്രഷൻ, എന്തായിരുന്നു ഇക്കാഷിൻ്റെ റിയാക്ഷൻ? ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറ. ഞാൻ അതറിയാനുള്ള ത്വരയിലായിരുന്നു. അന്നേരം ഈ കാലമാടെ അവൻ്റെ ഒരു വളിച്ച സ്വപ്നം എൻ്റെ അടുത്ത് പറഞ്ഞ. അതോടുകൂടി രാവിലെ തന്നെ മൂഡ് പോയി കിട്ടി. അതൊന്നും പറയണ്ട എൻ്റെ കുഷി, നീ ഒന്ന് കാണണമായിരുന്നു. ഒരു ഇഞ്ചി അടിച്ച കുരങ്ങനെന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇന്നലെ ഞാനത് നേരിട്ട് കണ്ടു. വണ്ടരടിച്ച് കിളി പറന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഇക്കാഷ് റായ്ചന്ദ് ചൗധരി. എന്ത് രസമായിരുന്നെന്നറിയാം മുഖം കാണാൻ. പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നി, അത്ര ക്യൂട്ടസ് ആയിരുന്നു. ഞെട്ടിത്തരിച്ച് അങ്ങേരുടെ എന്തോ ഞാൻ പറിച്ചെടുത്തതുപോലെ അങ്ങേര് നിന്നത്. എന്നിട്ട് എന്നോട് പറയാ ഐ എം എൻഗേജ്ഡ്, യു നോ ദാറ്റ്.
അപ്പം ഞാൻ പറഞ്ഞു സോ വാട്ട് ഐ ലവ് യു എന്ന്. അയ്യോ അതോടെ പിന്നെ തീർന്നു. പിന്നെ രാവിലെ ഇപ്പം ഞാൻ വരാൻ നേരത്ത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് കാലത്ത് പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ പിടിച്ച് വെച്ച് ചോദിക്കുക, വെറുതെ പറഞ്ഞല്ലേ, എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ, എന്നെ മൂഡ് ഓഫ് ആക്കാൻ വേണ്ടി പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താണോ മനസ്സ് വിചാരിച്ചാൽ അതെല്ലാം അയാൾ അവിടെ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് പ്രേന്തല്ലേ ആന ചേന എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് ശരിക്കും ഇഷ്ടം, ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് ഞാൻ 3 പ്രാവശ്യം പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ട്. അന്നേരം എന്നോട് പറഞ്ഞു നീ വെറുതെ കളിക്കല്ലേ ആനോ ചേനയോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു യു നോ ഐ ഹവ് എൻഗേജ്ഡ്. വീണ്ടും പറഞ്ഞു സോ വാട്ട് ഐ ലവ് യു, ഞാൻ താഴെ കാണും ബൈ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് വന്നേ. എൻ്റെ പ്ലാനെല്ലാം പക്കയായിട്ട് നടന്നിട്ടുണ്ട്. ഇനി എൻ്റെ ലക്ഷ്യം നിങ്ങളുടെ പ്ലാനാണ്. അല്ല എന്ത് സ്വപ്നം കണ്ടേ? ഹോ, ഇപ്പോഴെങ്കിലും ഒന്ന് നിർത്തിയല്ലോ. ഇവനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ അരമണിക്കൂറത്തെ ആൻസർ പറയുമല്ലോ എൻ്റെ ഋഷിയെ. എൻ്റെ അമ്മേ എങ്ങനെ സഹിക്കൂടാ നിന്നെ. അല്ല നിന്നെ എങ്ങനെ വിഷ്ണുദാസങ്ങൾ സഹിക്കുന്നേ? ആ അത് പിന്നെ സീനില്ല. ഋഷി പറഞ്ഞാൽ എനിക്കറിയാം അങ്കിള് നിന്റെ എക്സ്ട്രാ പ്രോ ലെവലാണ്, സംസാരിക്കാൻ തുടങ്ങി നിർത്തത്തില്ലാന്ന്. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കത്തില്ല. എക്സാക്ട്ലി അത് കറക്റ്റ് അയക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരും കാര്യത്തില്ല. ആ എനിവേ സ്വപ്നം എന്താന്ന് നിനക്ക് കേൾക്കണ്ടേ? നിന്റെ ഈ കാശിൻ്റെയും കല്യാണം. അന്നേരം പൂ എറിഞ്ഞ് തരുന്നു, ഞാനത് ക്യാച്ച് പിടിക്കുന്നു, എന്നിട്ട് ഞാനത് തിരിഞ്ഞ് മുസാന് കൊടുക്കുന്നു. നടക്കാത്ത സ്വപ്നം നിന്ന് പുലമ്പാൻ മാത്രമേ ഈ മണ്ടൻ അറിയാവൂ. ഈ മണ്ടൻ എന്തൊക്കെയോ ആലോചിച്ചോണ്ട് കിടന്നിട്ട് എങ്ങും നടക്കാത്ത കാര്യങ്ങളാണ് സ്വപ്നം കണ്ടിട്ട് ഇവിടെ നിന്ന് എന്നോട് പറയാം നിനക്കറിയോ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ട് ആനയാ ഒലക്കട മോട് പൂ എറിയുന്നു, മുസാനത് ഞാനത് പിടിക്കുന്നു, ഞാനത് മുസാന് കൊടുക്കുന്നു. ലോകത്ത് വേറെ ആരും കിട്ടിയില്ല അയാൾക്ക് എനിക്ക് പൂ കൊടുക്കാനായിട്ട് സ്വപ്നം കാണാനായിട്ട്. തെണ്ടി. അയ്യേ ഡോണ്ടു മുസാനേട്ടനെ പറയണ്ട. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. മുസാനേട്ടന് എന്തോ ഒരു കുറവ്. പിന്നെ പുള്ളിക്കാരൻ പൊളിയാ. പുള്ളിക്കാരൻ്റെ കൂടെ അങ്ങനെ ലൈഫ് പാർട്ട്ണർ ആയിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു കുശി നിനക്ക് അടിച്ചു പൊളിക്കാനേ സമയം കാണത്തുള്ളൂ. എല്ലാം ത്രില്ലിങ്ങാണ് പറയുന്നതും ചെയ്യുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ കൂടെയുള്ള ലൈഫൊന്നും ബോറടിക്കത്തില്ല. പിന്നെ ചെറുതായിട്ട് പുള്ളിക്കാരന് എന്നോടെന്തോ ഒരു ക്രിസ്ത്യൻ സംഭവമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നല്ല അതെന്നോട് പറഞ്ഞായിരുന്നു നമ്മൾ ഇന്നലെ ഓർഫനേജിൽ പോയപ്പോൾ. അന്നേരം ഞാൻ പറഞ്ഞു മുസേനേട്ടാ എനിക്ക് അങ്ങനെ റിലേഷൻഷിപ്പിലൊന്നും ആവാൻ താല്പര്യമില്ല, സോ ഐ എം സോറി എന്ന്. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു പ്രപ്പോസലല്ല ചെറുതായിട്ട് അതിൻ്റെ വക്കിൽ കൂടെ പോയായിരുന്നു. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഹീസ് എ പെർഫെക്റ്റ് ജെൻറ്റിൽമാൻ. ഞാനത് പറയാമല്ലോ, അതിനി ഞാൻ എവിടെ വേണോ പറയും എന്ന് പറഞ്ഞാൽ എനിക്ക് പുള്ളിക്കാരനോട് ഫീലിങ്സ് ഉണ്ടെന്നല്ല. ഞാൻ അങ്ങേരെ എൻ്റെ ബ്രദറായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ കുഷി ഞാൻ പറയാമല്ലോ നിങ്ങളുടെ പെർഫെക്റ്റ് മാച്ചാണ്. അങ്ങനെയാണ് കമൻറ്റ് ബോക്സിൽ തിരുതിര മെസ്സേജ് വരുന്നത്. അപ്പം നിങ്ങളെ ഒന്നിപ്പിച്ചാൽ അവർ ഹാപ്പി ആവുമെങ്കിൽ വൈ നോട്ട്? ഓ റിയലി? എന്നാ നീ തൽക്കാലമായി നോട്ടണ്ട കേട്ടോ. എനിക്ക് ഒട്ടും താല്പര്യമില്ല പുള്ളിക്കാരനെന്നല്ല ആരോടും, ഈ നിൽക്കുന്ന ശൈത്താനോട് പോലും. പിന്നെ എൻ്റെ ഒരേ ഒരു സഹോദരനല്ലേ, പാവമല്ലേ, എന്നെ ഒരു ഹെൽപ്പിന് വിളിച്ചതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ പ്രസൻറ്റ് ഇവിടെ നിൽക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വരത്തോലുമില്ലായിരുന്നു. പഞ്ചാബിൽ വല്ല പാനിപൂരി നിന്നുകൊണ്ട് കിടന്നേനെ. ഇതിപ്പോൾ വന്നോണ്ടെന്താ ഇവിടെ നിന്ന് ചപ്പാത്തി വരത്തേണ്ട അവസ്ഥയായി. എൻ്റെ ഗതികേട് അല്ലാതെന്താ. ഏതായാലും ഇക്കാര്യം ഇനി ഇവിടെ വിളമ്പാതിരിക്കുന്നതായിരിക്കും 2 പേർക്കും. അല്ല എൻ്റെ തൃശ്ശൂർ മോന് നല്ലത് കേട്ടോ. നിന്റെ പ്ലാൻ സക്സസ് ആയ സ്ഥിതിക്ക് ഓക്കെ പക്ക. ഇനി സെക്കൻഡ് പ്ലാൻ അത് എവരുടേതാ. അതിന് ഈ നിൽക്കുന്ന ഋഷി ഭഗവാൻ തന്നെ വിചാരിക്കണം. എൻ്റെ പൊന്നു മോനെ, നീ നാളെ നേരം വിളക്കുമ്പോൾ തൊട്ട് പുതിയൊരാളാന്ന് പറഞ്ഞിട്ട് ഇതുവരെ നീ പുതിയ ആളാവുന്ന ഞാൻ കണ്ടില്ലല്ലോ ഋഷി. ഓ പിന്നെ ഞാൻ വെറുതെ നിന്നെ പുതിയ ആളാവുന്നേ. ഇത് വരുമ്പോ ആയാ പോരെ? അത് ഞാൻ ആയിക്കോളാം. അതൊക്കെ സ്വാഭാവികമായിട്ട് വന്നോളും. അല്ലാണ്ട് ഞാനാവേണ്ട കാര്യമൊന്നുമില്ല. നീ കണ്ടോ, നീ എന്റെ അഭിനയത്തിന്റെ സ്കില്ല് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കുടുംബം മുഴുവൻ അഭിനയിച്ച് തകർക്കല്ലേ. അങ്ങനെയാണ് പുറത്തുള്ളൊരു പരദൂഷണം. അന്നേരം പിന്നെ ഞാനായിട്ട് കുറയ്ക്കുന്ന എന്തിനാടി? ഞാൻ കിടക്കും. നീ കണ്ടോ? നീ വേറൊരു മുഖമല്ലേ എന്റെ കണ്ടിട്ടുള്ളൂ. സാവേജ് അല്ലാത്ത വേറൊരു മുഖം എനിക്കുണ്ട്. അത് നീ ഇന്ന് കാണും. അത് നിന്നിലൂടെ തന്നെ ഞാൻ ഇവിടെ ഉള്ളവരെയും കാണിക്കും. നീയൊക്കെ കണ്ടോ? എനിക്കും അറിയാം അഭിനയിക്കാനൊക്കെ. അല്ല ഈ ബർത്ത്ഡേയുടെ കാര്യം തൃശ്ശു പറയത്തില്ലേ എല്ലാരോടും? അയ്യേ എൻ്റെ പട്ടി പറയും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ഋഷിയേട്ടനോട്, ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ലെന്ന്. ഞാനോ കുശിയോ അത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 നിലയിൽ പൊട്ടും, അത് ഉറപ്പാണ്. അത് എതിർക്കാനായിട്ട് 1000 പേര് കാണും. എൻ്റെ പൊന്ന് ഋഷിയേട്ട തന്നെ ഋഷിയേട്ടൻ ആഗ്രഹമായിട്ട് ഇതങ്ങ് പ്രസൻറ്റ് ചെയ്താണ്ടല്ലോ കണ്ണും പൂട്ടി ഇവിടെയുള്ളവർ സമ്മതിക്കും, ഉറപ്പാണ്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളെ ഇട്ട് ഇടങ്കോലെത്തിയാലാണ് പ്രശ്നമാവുന്നത്. അതാദ്യം ഋഷിയേട്ടൻ മനസ്സിലാക്കുക. ഋഷിയേട്ടൻ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഋഷിയേട്ടൻ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അതിന് ഞാനും കുശി മാത്രം ഒരു മൂലയിരുന്ന് വിചാരിച്ചാൽ പോരാ. പിന്നെ നിങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മുസാനും ചൈതുവേട്ടനും
അപാര കഴിവ് ഫ്ലർട്ട് ചെയ്യാനായിട്ട്. അവരുടെ ആക്ടിങ് ആണെന്ന് എന്തായാലും നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നിങ്ങളിങ്ങനെ ബാക്ക് വലിച്ച് നിൽക്കുവാണെങ്കിൽ അവർ സ്കോർ ചെയ്തുകൊണ്ട് പോകും. ഞാനിപ്പോഴേ പറഞ്ഞേക്കാം. എന്തായാലും ഇവിടെ ഉള്ളവർക്ക് ഓഫീസിൽ പോകാൻ ടൈമായി. ഋഷി ഏട്ടന് സമയമായേ മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് രണ്ടുപേരും അങ്ങോട്ട് വരുന്നതാണ് നല്ലത്. എന്നിട്ട് ഈ കാര്യം അങ്ങ് പ്രസൻറ്റ് ചെയ്യാം. അന്നേരത്തേനും ഞാൻ അമ്മയെ പോയി വിളിച്ചിട്ട് വരാം. ഋഷിയുടെ ഫോണും കിടും. ഷെൽഫിൻ്റെ അവിടെ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വെക്കോ. അപ്പം ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാടി ഖുഷി. എന്തായാലും ഓഫീസിൽ പോകണം. ഫ്രഷ് ആയിട്ട് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വരുമല്ലോ. നീ ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം എടുത്ത് ടേബിളിലോട്ട് വെച്ചോ, എന്നിട്ട് ഇക്കാര്യം പറയാം. നീ ധൈര്യമായിട്ട് പോയിട്ടാ, എല്ലാം സെറ്റാവും. നീ കണ്ടോ, നമ്മുടെ പ്ലാൻ അനുസരിച്ച് അവരുടെ പ്ലാനൊക്കെ തറയെ വീണ മുട്ട പോലെ പൊട്ടിപ്പോവും. നീ കണ്ടോ, ചെല്ലേ. എൻ്റെ പൊന്നമ്മേ, അമ്മയ്ക്ക് എന്താ പ്രാന്താണോ? അമ്മ തൃശു അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് അമ്മ എന്താ അങ്ങോട്ട് പോകാൻ പോവാണോ? എൻ്റെ പൊന്നമ്മ ഒന്നാമത് റോയങ്കൾ അവിടെ ഇല്ല. രണ്ടാമത്തെ കാര്യം ആ ഇക്കാശ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ദൈവം തമ്പുരാന് മാത്രം അറിയാം. എൻ്റെ പൊന്നമ്മ, അമ്മയ്ക്കിത് എന്തിൻ്റെ കേടാ? അമ്മ ഏതായാലും ഞാനില്ല, അമ്മ പോണ്ട. ഋഷിയുടെ ബർത്ത്ഡേ നാളെയെന്നും പറഞ്ഞുകൊണ്ട് അത് തൃശുവാണ് വിളിച്ചത്. ആ വീട്ടിൽ നിന്ന് ആരും അമ്മയെ വിളിച്ചില്ലല്ലോ. വീട്ടിൽ നിന്ന് ആരും വിളിച്ചില്ലാന്ന് നീ പറഞ്ഞാൽ മതിയോ? എന്നെ തൃശു ഫോൺ കൊണ്ട് ഋഷിയുടെ കൊടുത്തു. അന്നേരം തന്നെ ഋഷി എന്നെ വിളിച്ചല്ലോ. ഇനി ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ പോവും, അതുറപ്പാ. എൻ്റെ കൂടെ ആരും കാണും, അതിന് ഒരു മാറ്റമില്ല. നിനക്ക് വല്ല കുഴപ്പമുണ്ട് ആരും എൻ്റെ കൂടെ വരുന്നതിന്? എൻ്റെ ഒരു ഇതിൽ ബർത്ത്ഡേ ആയിട്ടുള്ള ഒരാൾ വിളിക്കുന്നേക്കാൾ വലുത് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പോവും. നിന്റെ അച്ഛൻ ഇവിടെ ഇല്ലാത്തപ്പോഴേ എനിക്ക് ആ വീട്ടിനെ പടി ചവിട്ടാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്തായാലും പോവും മോനെ. എനിക്കെന്ത് കുഴപ്പം, ഞാൻ വരും. ഇതെനിക്കിട്ടൊരു ഗോൾഡൻ ചാൻസാ എൻ്റെ വീട് വരെ പോകാനായിട്ട്. ഒന്നാമത് ഇവിടെ ഇപ്പം വിഷ്ണു വെച്ചിട്ടില്ല. ആ ടൈം നോക്കി എനിക്കെന്തായാലും പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പോവും. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മേടൂടല്ലേ പോകുന്നത്. ആഹാ, അന്തസ്. ഞാൻ വിചാരിച്ച അമ്മയുടെ കിളി മാത്രമേ പറഞ്ഞു പോയുള്ളൂ രാവിലെ ആയപ്പോൾ. നിൻ്റെതും പോയോ? എടാ, നീ ഇതെന്തറിഞ്ഞിട്ടാ? ചൈതു എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? പോട്ടെ, ചൈതു ദേഷ്യം വന്ന് വല്ല റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ലെവലായിരിക്കും ഇഗാഷ് കാണിക്കാൻ പോകുന്നത്. എടാ, ഋഷി എങ്ങനെ വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നീ തുളിച്ചാടി പോകാൻ നിൽക്കണം അമ്മയുടെ കൂടെ. അമ്മയുടെ കൂടെ നീ പോകുന്നതാണ് എൻ്റെ പ്രശ്നം. അമ്മ ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമില്ല, അമ്മയുടെ അടുത്ത് അവർക്കാർക്കും ഒരു ദേഷ്യമില്ല. നീ ഇതെവിടെ പോവാ? നീ എന്നാ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി അന്ന് തൊട്ട് അവർക്കൊക്കെ നിൻ്റെ അടുത്ത് ദേഷ്യവാ. ചൈതു എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അവൻ നിന്നെ തല്ലാനും മടിക്കത്തില്ല. നീ ഇത് തല്ലുകൊള്ളാൻ വേണ്ടി പോവാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? തൃശ്ശൂനെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഉടനെ ഇവിടെ വിളിച്ച് പറഞ്ഞേക്കുന്നു. എന്തറിഞ്ഞിട്ടാ അമ്മ? ഓ, നിനക്കെല്ലാം അറിയാം, അമ്മയ്ക്കൊന്നും അറിഞ്ഞൂടാ. അമ്മ അങ്ങ് ഒരു അടിത്തട്ടി കിടക്കുവാണല്ലോ. എടാ, നിനക്കാണ് ബോധമില്ലാത്തത്, അല്ലാതെ എനിക്കല്ല. അതെ, എന്നെ ഒരാൾ ബർത്ത്ഡേ ഫംഗ്ഷന് വിളിച്ചു, ഞാൻ പോവും. അതിനൊരു മാറ്റമില്ല. ശത്രു ആയാലും മിത്രം ആയാലും എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വിളിച്ചാൽ പോകണം, ഗിഫ്റ്റ് കൊടുക്കണം. ഇതാണ് എൻ്റെ നിയമം, എൻ്റെ പോളിസി. അല്ല നിന്റെ തന്തയെ പോലെ വൈരോഗ്യം വെച്ച് മനസ്സിൽ കേട്ടിക്കൂട്ടി വെച്ചുകൊണ്ട് നടക്കാനെന്ന് എന്നെ കിട്ടത്തില്ല. പിന്നെ ഇവനെ ഞാൻ കൊണ്ടുപോകുന്നത്, ഇവനോട് ഋഷി പറഞ്ഞു വരാൻ, ഞാൻ അവനെയും കൊണ്ടുപോകും. നിന്നോടും പറഞ്ഞു, നീ വരുന്നില്ല എന്ന് പറഞ്ഞു, അവൻ വരുന്നെന്ന് പറഞ്ഞു. ഇത്രയുള്ള ഡിഫറൻസ്. നിനക്ക് വേണമെങ്കിൽ വരാം. നിന്നെ ആരും പിടിച്ച് പൂട്ടിയിട്ടിട്ടില്ലല്ലോ. ഞാൻ നിന്നെ പിടിച്ച് പൂട്ടിയിട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിന്റെ തന്ത നിന്നെ പിടിച്ച് പൂട്ടിയിട്ടിട്ടുണ്ടോ? അങ്ങേര് നമ്മളോട് അവിടെ പോലെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ലാസ്റ്റ് പോകാൻ നേരത്തെ അങ്ങേരെന്തോ പറഞ്ഞാൽ സേഫ് ആയിട്ടിരിക്കണം, ഇത്രയും പറഞ്ഞോളൂ. സേഫായിട്ട് നമ്മൾ പോയിട്ട് വരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളവിടെ പോയെന്ന് പറഞ്ഞോണ്ട് അങ്ങേര് അറിയാനും പോകുന്നില്ല. പിന്നെ എന്തിനാടാ ടെൻഷൻ അടിക്കുന്നേ? നിന്റെ ടെൻഷൻ കണ്ടാ തോന്നും അങ്ങേര് വന്ന് ഇത് നോക്കിക്കൊണ്ടിരിക്കുക, നമ്മളവിടെ പോകുന്നുണ്ടോന്ന്. എന്റെ പൊന്നെ ചെറുക്ക, ഒരു ബർത്ത്ഡേക്ക് പോവാ, ഒരു കേക്ക് മുറിക്കുന്ന കാണുക, അവിടെ എന്തൊക്കെയോ 2-3 പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു, അതും കാണും, തിരിച്ചു വരും, അത്രയല്ലേ ഉള്ളൂ. അത് നീ കിടന്ന് ടെൻഷൻ അടിക്കുന്ന കണ്ടാ തോന്നും നമ്മൾ ആ വീട് മൊത്തത്തിൽ ഇങ്ങ് മോട്ടിച്ചോണ്ട് വരാൻ പോവാന്ന്. നിനക്ക് എന്താടാ ഇപ്പൊ? നീ വരുന്നുണ്ടോ ഇല്ലേ അത് പറ. ഫൈൻ, ഞാൻ വരുന്നില്ല. അമ്മയും മരുമോനും കൂടെ പോയിട്ട് തല്ലോ ഇടിയോ കേക്ക് തിന്നോ പരിപാടിയാണോ ഡാൻസ് ആണോ തരോത്തരം കളിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. വാങ്ങാനുള്ളതെല്ലാം വാങ്ങിച്ച് തീർക്കാനുള്ളതെല്ലാം തീർത്തിട്ട് അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാവും. അല്ലാതെ കിട്ടിയതിൻ്റെ ബാലൻസും കൊണ്ട് ഇവിടെ വന്നിട്ട് പരാതി പറയാനോ അതുണ്ടാക്കാനോ ഇതുണ്ടാക്കാനോ വരരുത്. പിന്നെ അച്ഛനെങ്ങാണ് ഇക്കാര്യം അറിഞ്ഞാൽ അതിൽ ത്രിലോകില്ല. ഓക്കെ? ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി, നിങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ചു വന്നു. ത്രിലോകിനെ അറിയ പോലുമില്ല, അവൻ കമ്പനിയിലായിരുന്നു. അത്രയും മാത്രം പറഞ്ഞാൽ മതി. അത്രയും വലിയ ഉപകാരമെങ്കിലും എനിക്ക് വേണ്ടി രണ്ടുപേരും ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ, എനിക്കൊന്നും പറയാനില്ല. വാങ്ങുന്നെല്ലാം ഒറ്റയ്ക്ക് അങ്ങ് വാങ്ങിച്ചാൽ മതി. ഞാൻ പോവാ. ത്രിലോക പ്രശ്നമാവോ അമ്മ? നമുക്ക് പോണോ? എന്ത് പ്രശ്നമാവേ? നീ അടങ്ങടാ. നീ എന്താ വിചാരിച്ചേ നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷന് പോവാണോന്ന്?
അല്ല, ബർത്ത്ഡേ ഫംഗ്ഷനാ ഋഷിയുടെ, അതിന് നമ്മൾ പോവുക തന്നെയാ. അതല്ലാണ്ട് നമ്മളവിടെ പോകുന്നതിന് വേറൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. സീരിയസ്ലി പുറത്തുനിന്ന് നോക്കുന്നവരെ കണ്ണിൽ നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷന് എന്നെ പോകുന്ന ഋഷിയുടെ ആണ്. പക്ഷേ നിനക്ക് നിന്റെ ഫാമിലി ആയിട്ട് മിണ്ടണ്ടേ? പോട്ടെ, ചൈതുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കണ്ടേ? അതിനൊക്കെ വേണ്ടിയിട്ടാ അമ്മ ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുന്നത്. എനിക്കറിയാടാ, ഒരു സഹോദരനുള്ളതും അതിനോട് മിണ്ടാൻ പറ്റാത്തതും, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയൊക്കെ ഉണ്ടല്ലോ. നിന്റെ ഈ വിഷ്ണു അച്ഛനുണ്ടല്ലോ, എത്രയൊക്കെ അഹങ്കാരിയായാലും എങ്ങനെയൊക്കെ ഉള്ളവനായാലും അയാൾ കിടന്ന് വിഷമിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, സ്വന്തം സഹോദരിയെ നഷ്ടപ്പെട്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ അയാൾ എന്ത് കൊളരായ്മ ചെയ്താലും അയാളുടെ കൂടെ നിൽക്കുന്നത്, അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെതിരെയാണെങ്കിൽ പോലും. അതുകൊണ്ട് എല്ലാവരോടും പോയി മിണ്ടി എല്ലാ പ്രശ്നവും സോൾവ് ചെയ്തിട്ട് വേണം ഇപ്രാവശ്യം ആ വീട്ടിൽ നിന്ന് നമ്മൾ വെളിയിലിറങ്ങാൻ. ഇത് നമുക്ക് കിട്ടിയൊരു ചാൻസാണ്, അച്ഛനിവിടെ ഇല്ലാത്തത്. ത്രിലോകിനെ വെറുപ്പിച്ചിട്ടായാലും ഇങ്ങനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ കിട്ടുന്നത് സമാധാനമാണ്, ലൈഫ് ലോങ്. പിന്നെ നിനക്ക് ഹാപ്പി ആയിട്ട് ഇവിടെ ജീവിച്ചൂടെ? പിന്നെ പോയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, എങ്ങനെയെങ്കിലും അവർ നിന്നെ കാണും, നിന്നെ അവർ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. ബിക്കോസ് നീയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നതുകൊണ്ട്. അതുകൊണ്ട് ഈ പോക്കിന് അവരുമായിട്ട് മിണ്ടി അവരുമായിട്ടുള്ള എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്തിട്ട് എൻ്റെ പൊന്നുമോ തിരിച്ചു വരാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അമ്മ ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നത്. അത് നീ മറക്കാതിരുന്നാൽ മാത്രം മതി എനിക്ക്. ഓക്കെ? അപ്പോൾ അമ്മ പോയി ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വരാം, നാളെ ഋഷിക്ക് കൊടുക്കാൻ. നീ വരുന്നുണ്ടെങ്കിൽ വാ, നമുക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. നാളെ ഒന്ന് ചെത്തി മിനിഞ്ഞ് പോവാടാ. താങ്ക് യു ഉമ്മ, താങ്ക് യു സോ മച്ച്. ഫൈൻ, ഞാനും വരാം. എനിക്കും എടുക്കണം ഡ്രസ്സ്, എനിക്കും വാങ്ങണം ഋഷിയേട്ടന് ഗിഫ്റ്റ്. പോവാം. എന്തോ ഋഷി, നീ കാര്യം പറഞ്ഞില്ല. നമുക്ക് ഓഫീസിൽ ഇറങ്ങണ്ടേ? ഇപ്പം തന്നെ 9:30 കഴിഞ്ഞു. എന്താ നീ കഴിച്ചിട്ട് എല്ലാവരും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞേ? ഓക്കെ, ഏതായാലും ഇവിടെ ആർക്കും അതിനെക്കുറിച്ച് ഓർമ്മയില്ലാന്ന് എനിക്കിപ്പോൾ തന്നെ മനസ്സിലായി. പക്ഷേ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ആളാണ് എനിക്ക് ആദ്യം വിഷ് ചെയ്യുന്നത്. ഖുഷി, എനിക്കറിയില്ല ഖുഷി, ഇപ്പം എനിക്ക് തോന്നുക യു ആർ മൈ ബെസ്റ്റ് ഡിസിഷൻ എന്തായാലും. അതുകൊണ്ട് നിന്നെ ഇനി ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. അപ്പോൾ പറയാൻ വന്ന കാര്യം വരുന്നതല്ല, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഫസ്റ്റ് വിഷ് ചെയ്യുന്നത് ഖുഷിയാണ്. അതുകൊണ്ടാണ് അവൾ ഓടിപ്പിടിച്ചിങ്ങ് വന്നത്, എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ കൂടെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ രണ്ടാമത്തെ വിഷ് ചെയ്യുന്നത് തൃശു. നൗ ഹീസ് മൈ ബ്രദർ ആൻഡ് എൻ്റെ എല്ലാവൻ. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം വേറൊന്നുമല്ല, നിങ്ങൾ മറന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ വിഷ് ചെയ്യാത്തതിനെ കുറിച്ചോ പരാതി പറയാനല്ല കേട്ടോ. ഈ കാശ് ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ നിങ്ങളോട്, അപ്പയോടോ എൻ്റെ അനിയന്മാരായ നിങ്ങളോടോ ഒന്നും ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് എൻ്റെ നാളത്തെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ആരൊക്കെ ഇതിനെ എതിർക്കും, ആരൊക്കെ ഇതിന് ഓക്കെ പറയും എന്നൊന്നും എനിക്കറിയത്തില്ല. എനിവേ, എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? സെലിബ്രേറ്റ് ചെയ്യാൻ കൂടെ കാണുമോ, അതോ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയാം. എന്ത് ചോദ്യം ഋഷി ഇത്? ഐ എം റിയലി സോറി ഋഷി, മറന്നതല്ലടാ, എനിക്കറിയത്തില്ല, വിട്ടുപോയി. എനിവേ, ഹാപ്പി ബർത്ത്ഡേ ടു യു ബ്രോ. നിന്നെപ്പോലൊരു ചേട്ടനെ കിട്ടാനുണ്ടല്ലോ, ഞാൻ 1000 വട്ടം ഒന്നുകൂടെ ജീവിച്ച് ജനിക്കണോടാ. അത്ര പ്രീഷ്യസാണ് നീ. നിന്നെ ഒരിക്കലും ലോസ് ചെയ്യരുതെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആൻഡ് ഐ എം റിയലി സോറി, എവിടേക്കോ വിട്ടുപോയി. നീ എന്ത് ചോദ്യം ചോദിക്കുന്നത്? നാളത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോന്നോ? ഓഫ് കോഴ്സ് നോ, ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. നമുക്ക് എത്ര പേരെ വേണോ വിളിക്കാം, എങ്ങനെ വേണോ, എന്തൊക്കെ രീതിയിൽ വേണോ സെലിബ്രേറ്റ് ചെയ്യാം. നീ അതൊന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യനാണോ? എടാ, നീയാ ഞങ്ങളുടെ മൂത്ത ചേട്ടൻ, അതായത് ഈ വീട്ടിലെ മൂത്ത മകൻ. നീ കഴിഞ്ഞിട്ട് എന്തോ ഉള്ളൂ. അപ്പയ്ക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ ഞങ്ങൾക്ക്. അപ്പം നീയാ ഞങ്ങളുടെ ഏട്ടനെന്ന് പറഞ്ഞാൽ വളർത്തിയത്, അതുപോലെ തന്നെ ആയിരിക്കും ലൈഫ് ലോങ് എന്നും. ഇനി നീ എന്ത് ഡിസിഷൻ എടുത്താലും അതിൻ്റെ കൂടെ ഞങ്ങളും കാണും. അങ്ങനെ തന്നെയാണ് അല്ലേ ചെയ്തു? സെലിബ്രേറ്റ് ചെയ്യാം.
യവനോട് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ജീവിച്ചല്ലോ. എൻ്റെ ദൈവമേ, ഇമോഷണലി കരഞ്ഞ് ട്രാക്കിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിവേ, അത് ചെയ്തോലേറ്റിട്ടുണ്ട്. ഇവിടെ സ്കോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഐ എം സോ ഹാപ്പി. ഏതായാലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ചെറിയ പരിപാടിയൊക്കെ കൂടെ വയ്ക്കാമല്ലേ? അതായത് വേറൊന്നുമല്ല, ഇപ്പോൾ ഋഷി എല്ലാവരോടും ആദ്യമായിട്ട് ചോദിച്ചൊരു കാര്യമല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. എല്ലാ വർഷവും ഋഷിയുടെ ബർത്ത്ഡേക്ക് ഞാനിവിടെ കാണും. പക്ഷെ ഇതുവരെ ഋഷി ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അവനായിട്ട് ആരോടും പറഞ്ഞിട്ടുമില്ല. കേക്ക് കട്ട് ചെയ്യുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. പണ്ട്, അതായത് ഒരു 3 വർഷം മുമ്പ് ആണ് അവൻ ലാസ്റ്റ് കേക്ക് കട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പറഞ്ഞ കാര്യം നമുക്കൊന്ന് നന്നായിട്ട് തന്നെ അടിച്ചു പൊളിക്കാം. ചെറിയ ഡാൻസ്, പാട്ട്, ഇങ്ങനെയൊക്കെ ആയിട്ട്. എന്താ പറയുന്നത്? എനിക്ക് തോന്നുന്നു ഖുഷി പറഞ്ഞ കാര്യം ഒക്കെയാണ്. കാരണം ഇപ്പോൾ ഖുഷി പറഞ്ഞത് പിന്നെ നിങ്ങൾ പറഞ്ഞേക്ക് വെച്ച് നോക്കുമ്പോൾ ഋഷി ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നതെന്നാണ് എനിക്കും തോന്നുന്നത്. എന്നാ നമുക്കിതങ്ങ് തകർക്കാല്ലേ നാളെ? അല്ല, അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ കൊളീഗ്സ് അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിക്കുന്നുണ്ടോ പുറത്തുനിന്ന്? അതെന്ത് ചോദ്യടാ? പിന്നെ വിളിക്കണം, എല്ലാവരെയും വിളിക്കണം. കമ്പനിയായിട്ട്, നമ്മുടെ കമ്പനിയായിട്ട് ബിസിനസ് ഡീൽസ് നടത്തിയിട്ടുള്ള എല്ലാവരെയും വിളിക്കണം. പിന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരെയും. ഇല്ലെങ്കിൽ അപ്പം അതൊരു പ്രശ്നമാക്കും. പിന്നെ എവൻ്റെ ഫാമിലി എന്ന് പറയാൻ ഖുഷി ഇവിടെ ഉണ്ടല്ലോ. വേറെ ആരും നമ്മളുമായിട്ട് അത്ര യോഗ്യത്തിലൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വിളിക്കാതിരിക്കുന്നത് നല്ലത്. പിന്നെ ഋഷിയുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെയാണ്. പിന്നെ ഋഷിക്ക് അറിയാമെന്നുള്ള ഋഷിയുടെ ഫ്രണ്ട്സ് എല്ലാവരും വിളിക്കണം. നമ്മളോട് ആദ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. അത് എത്രയും നന്നായിട്ട് തന്നെ നടത്തണം. ഋഷി, നീ ഒരിക്കലും ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം പെർഫെക്റ്റ് ആക്കി തന്നിരിക്കും ഞാൻ. അതെനിക്കറിയാടാ, യു ആർ ദി ബെസ്റ്റ് ബ്രദർ എന്ന്. ഐ എം സോ ഹാപ്പി നീ ഇതിന് സമ്മതിച്ചല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് സമ്മതിച്ചല്ലോ. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടുന്നത്. എനിവേ, എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ. നാളെ ആരും ഒരു വഴക്കോ പ്രശ്നമോ ഒന്നും വയ്ക്കരുത്, അത്രമാത്രം. എൻ്റെ ബർത്ത്ഡേ തീരുന്നത് വരെ, അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ തീരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ മുസാനും ഖുഷിയും പറഞ്ഞ പോലെ ഡാൻസോ പാട്ടോ എന്തോ ആയിക്കോട്ടെ, എനിക്കതിനൊക്കെ സന്തോഷമാണ്. എനിക്കും അതൊക്കെ കാണണം. ഐ വാണ്ട് ടു എൻജോയ് മൈ ബർത്ത്ഡേ. എനിക്ക് നല്ലപോലെ എൻജോയ് ചെയ്യണം നാളത്തെ എൻ്റെ ദിവസം. അതെ, എൻജോയ് ചെയ്ത് തകർക്കണം. നാളെ എൻ്റെ ഡാൻസ് ഉണ്ട്. അയ്യോ, എനിക്ക് ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. ഐ മീൻ അറിയാം, പക്ഷേ നാളെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഡാൻസിൽ എൻ്റെ കൂടെ ഒരു പെയർ വേണം. ഖുഷി, നീ ഫ്രീ അല്ലേ? ഒന്ന് പോയടാ, എനിക്ക് ഡാൻസ് ഒന്നും അറിയത്തില്ല. ഞാൻ ഫ്രീ അല്ലേ പോലും. ഞാൻ ഫ്രീ ആണെങ്കിൽ തന്നെ എനിക്ക് അറിഞ്ഞാലേ കളിക്കാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി ഞാൻ ഫ്രീ ആണ്. എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ നല്ല സൂപ്പറായിട്ട് കളിക്കും. ഞാൻ വേണമെങ്കിൽ തൃശ്ശൂരെ ഹെൽപ്പ് ചെയ്യും കളിക്കാനായിട്ട്. ഏത് റിസ്കി സ്റ്റെപ്പുകളും ഒറ്റ ദിവസം കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി പഠിക്കുന്നതായിരിക്കും. എന്ത് പറയുന്നു? എൻ്റെ പൊന്നു മുസാനേട്ടാ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. എന്നാക്കി നസീർ കളിച്ച് കഴിഞ്ഞെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് പേരായിട്ട് വേണ്ടത് ഒരു ഗേളിനെയാണ്, അല്ലാതെ ബോയിനല്ല. ഓക്കെ, മനുഷ്യന് മൂട് കളയാനായിട്ട്. പിന്നെ ഞാൻ എങ്ങനെ ഡാൻസ് കളിക്കും ഖുഷി? നീ തന്നെ പറ. എനിക്ക് ഡാൻസ് കളിക്കണം. എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് നാളെ ഞാനായിരിക്കും ഇവിടെ സ്കോർ ചെയ്യാൻ പോകുന്നത്. യുനോ? നിനക്കെന്താ ഇപ്പൊ ഡാൻസ് കളിക്കണം? അത്രയല്ലേ ഉള്ളൂ. ആനക്കാര്യത്തിൻ്റെ ഇടയിൽ അവൻ്റെ ചേനക്കാര്യം. നിനക്ക് ഡാൻസ് കളിക്കാൻ ഒരു പേരിന് വേണം. എൻ്റെ ഒരു ഫ്രണ്ടിനെ നാളെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാണാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് രാത്രി അവളെ വിളിച്ചു വരുത്താം. എന്നിട്ട് രാത്രി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ, രാവിലെ ഡാൻസ് കളിച്ചോ. ഇറ്റ്സ് ഓൾ റൈറ്റ്. അവളാണെങ്കിൽ നല്ല ഡാൻസറാ. നിനക്ക് ഹെൽപ്പ് ആവും. നമുക്ക് ഇവരെ എന്റർടൈൻ ചെയ്യാം. എങ്ങനെയുണ്ട്? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. നല്ല ഡാൻസർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാൻസ് പഠിക്കുമല്ലോ. അപ്പം പിന്നെ കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ. അപ്പം ഞാൻ നാളെ തകർക്കും. കുട്ടി പിശാച് ഇവിടെ ഓരോരുത്തരെ തകർത്ത് തരിപ്പണാക്കി വെച്ചേക്കുക. അപ്പോൾ എല്ലാം പ്ലാനായ സ്ഥിതിക്ക് ഞാൻ വല്ല ഈവൻറ്റ് മാനേജ്മെൻ്റ് ആൾക്കാരെയും ഏൽപ്പിക്കാം. ഐ മീൻ ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. എന്നാൽ ബാക്കിയൊക്കെ നടക്കട്ടെ. ഞാനെന്നാ ഓഫീസിലോട്ട് ഇറങ്ങാം. ഋഷി വരുന്നില്ലേ? ഞാനും വരുവാ. ഇന്ന് എൻ്റെ കാർ എടുക്കണ്ട, നമുക്കൊന്ന് ഒരുമിച്ച് തിരിച്ചു വരാം. പിന്നെന്താ, വാ.
ഇകാശ, നീ ഓക്കെ അല്ലേടാ? എന്തോ മൂഡ് ഓഫ് ഉള്ള പോലെ തോന്നി. എനി പ്രോബ്ലം? ഐ എം ഫൈൻ, ഐ എം പെർഫെക്റ്റ്ലി ഫൈൻ. രാവിലെ ചെറിയൊരു തലവേദന, അതിൻ്റെയാണ്. അല്ലാണ്ട് എന്ത് പ്രശ്നം? എന്നാൽ ശരി, ബൈ. ഓ ഈ ചെറുക്കൻ. എടാ ചെറുക്കൻ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ ഈ വീട് മുഴുവൻ നിന്നെ തിരക്കിയിട്ടും ഞാൻ എന്നെ മുറിയിൽ തിരക്കിയില്ല. എൻ്റെ തെറ്റാ, എൻ്റെ മാത്രം തെറ്റാ. അല്ല, നീ ഇതിനകത്ത് എന്ത് ചെയ്യുവാ? ഞാനേ ഖുഷി, ഈ ഡാൻസ് പാട്ടൊക്കെ സെറ്റാ. പക്ഷെ ഡാൻസിനുള്ള ആൾ വരുമ്പോഴത്തേക്കും വീണ്ടും പഠിക്കാൻ സമയം എടുത്തു കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്തേക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യും, ഇതൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻസ്ഡാണ്. അങ്ങനെ ഞാൻ ഉള്ള റൂമിലൊക്കെ പോയിരുന്നു സമാധാനത്തിന്, ഒന്നും കിട്ടുന്നില്ല. അറ്റ് ലാസ്റ്റ് ഇവിടെ വന്നിരുന്നതാ. ഇവിടെയും അതേ തന്നെ സിറ്റുവേഷൻ. എന്ത് ചെയ്യാനാ? അല്ല, നാളെ ഋഷിയുടെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് ഡ്രസ്സൊന്നും എടുക്കണ്ടേ? ഋഷിയേട്ടന് എടുക്കണം, നമുക്കെടുക്കണം. ഡാൻസ് കളിക്കുമ്പോൾ ഇടാൻ വേറെ ഡ്രസ്സ് എടുക്കണം. പക്ഷേ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ഞാനിതൊക്കെ ചെയ്തേനെ. ഇവിടെ ഞാൻ സെർവൻ്റ് അല്ലേ, ഇതൊന്നും പറയാൻ പോലും പറ്റത്തില്ല. ആ കാട്ടുമാക്കാനാണെങ്കിൽ ഇപ്പോൾ ഒതുങ്ങി നടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഖുഷി, നീ ശ്രദ്ധിച്ചായിരുന്നോ? മുസാനേട്ടൻ ചോദിച്ചില്ലേ നീ എന്താ ഓക്കെ അല്ലേന്ന്? അപ്പോൾ പുള്ളിക്കാരൻ്റെ സൗണ്ടൊക്കെ മാറിയുണ്ടോ? എൻ്റെ പ്ലാൻ വർക്കൗട്ട് ആയതുകൊണ്ടാണ്. പുള്ളിക്കാരൻ ഓക്കെ ഒന്നും അല്ല. ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും, അയ്യോ ആ ചെക്കന് വിഷമമായി കാണോ, ആ ചെക്കന് ഭയങ്കര സാഡായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? എൻ്റെ ബുദ്ധി വിമാനമാണ് ഖുഷി, നീ എന്ത് വിചാരിച്ച്? ഇനി എൻ്റെ പ്ലാൻ സക്സസ് ആക്കിയതുപോലെ ഋഷിയേട്ടൻ്റെ പ്ലാനും സക്സസ് ആക്കണം. ആ ചൈതു ഉണ്ടല്ലോ, ജലസ് അടിച്ച് പണ്ടാരടങ്ങണം. എന്നിട്ട് ഋഷിയേട്ടൻ്റെ മുമ്പ് വന്ന് മുട്ടുകുത്തണം. ഞാൻ കാണിച്ച എല്ലാ ആക്ടിങ്ങാ, മുസാൻ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ല എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഏതോ ഒരു വഴിയിൽ കൂടെ ഋഷിയേട്ടൻ ചൈതുവിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവരുടെ ഒരു സെറ്റ് ആവുന്നു. അവരെ കല്യാണം നടത്തുന്നു, നമ്മൾ അടിച്ചു പൊളിക്കുന്നു, കേക്ക് മുറിക്കുന്നു, 31 days കഴിയുന്നു. ഞാനിവിടുന്ന് രക്ഷപ്പെടുന്നു, നീയും ഇവിടുന്ന് രക്ഷപ്പെടുന്നു, നമ്മൾ ഫ്രീ ബേർഡ്സ് ആവുന്നു. എങ്ങനെയുണ്ട്? അതെ, നമ്മളല്ല, നീ. ഞാനിപ്പോഴേ ഫ്രീ ബേഡാ. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇപ്പോഴേ ഇറങ്ങിപ്പോവാം. നിന്നെയാ ഇവിടെ പിടിച്ച് കൂട്ടിലിട്ടേക്കുന്നത്, കേട്ടോ? നീ ഫ്രീ ബേഡ് ആവാൻ വേണ്ടി പ്രാർത്ഥിക്ക്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പം നീ എന്തിനാ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നേന്ന് വല്ല ഓർമ്മയുണ്ടോ? അല്ല, ഇത്രയും സംസാരിച്ചത് കൊണ്ട് മേ ബി ചിലപ്പോൾ നിനക്കത് ഓർമ്മ കാണാൻ വഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ പൊന്നു മോനെ, നീ ഡാൻസ് പഠിക്കുന്ന പോലത്തെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ആള് വന്നിട്ടുണ്ട്. ഞാൻ അവളെയും കൊണ്ടാ ഈ ഉള്ള കെട്ടിടം മുഴുവൻ നടന്നത്, നിന്നെ തിരക്കി. എടാ തെണ്ടി, സ്വന്തം റൂമിൽ ഇരിക്കണം, എന്നാലേ ഞാൻ തപ്പി നിന്നെ കാണത്തുള്ളൂ. അനാമികേ, വാടി കയറി. മേയ്. ഹായ് തൃശ്ശൂർ, അനാമിക. പ്രൊഫഷൻ ഡാൻസാണ്. പിന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാ. ഞാൻ നാട്ടിലും അവൾ അവിടേക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്ക് കാണാറുള്ളൂ. നൗ ഇവിടെ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാ. ഹായ്. അല്ലെങ്കിൽ ഇവള് കാരണം എനിക്കിപ്പോൾ ശത്രുക്കൾ കൂടുതലാണ്. ഹായ്, കുറച്ച് ഓവറല്ലേ? നമുക്ക് ഡാൻസ് ഒരുമിച്ച് കളിക്കാം. അതിനാണ്ടിയാ ഇവിടെ വിളിച്ചു വരുത്തിയതേ. അത് ഓർമ്മ വേണം. അപ്പോൾ പ്രാക്ടീസ് തുടങ്ങാം അല്ലേടി ഖുഷി? അല്ല, ഇപ്പം അനാമിക, ഇത് വലിയ പേരാ, അനു എന്ന് വിളിക്കട്ടെ. അപ്പം അനു വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ വൈകിക്കണ്ട. മേ ബി ചിലപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വൈകിട്ടായിരിക്കും പോകുന്നത്. എൻ്റെ ഒരു ഊഹമാണ്, എനിക്ക് ഉറപ്പില്ല. എങ്ങാനും അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ അധികം ടൈം കിട്ടത്തില്ല. പിന്നെ പോയിട്ടൊക്കെ നൈറ്റല്ലേ വരത്തുള്ളൂ. ഐ മീൻ അവരെല്ലാം വൈകിട്ടല്ലേ വരത്തുള്ളൂ. അന്നേരം പിന്നെ വൈകുന്നേരം ആയിരിക്കത്തില്ലേ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. പോയിട്ട് പിന്നെ വരുന്നത് രാത്രിയാവും, മേ ബി നല്ല ലേറ്റ് ആവും. അന്നേരത്തേക്കും പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ എന്തായാലും ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ഇപ്പോഴേ തുടങ്ങാം. ഐ മീൻ പഠിക്കാൻ ഇപ്പോഴേ തുടങ്ങാം. പിന്നെ വന്നിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ചെയ്യാം. അന്നേരത്തേനും പിന്നെ അനു പ്രൊഫഷണൽ ഡാൻസറല്ലേ, അന്നേരത്തേനും പെട്ടെന്ന് തന്നെ പറ്റും എന്നാണ് എൻ്റെ ഒരു ഊഹം. പറ്റൂലേ അനു? ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അപ്പം നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. വെറുതെ നിന്ന് സമയം കളയാണ്ട് തുടങ്ങാൻ നോക്ക്. അന്നേരമേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഞാൻ പോയി ഋഷിയെ വിളിക്കട്ടെ. ഋഷി വിളിച്ചിട്ട് അനു വന്ന കാര്യവും പറയണം. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം നമ്മളിവിടെ നിന്ന് പറഞ്ഞില്ലേ, അവർക്കറിയത്തില്ലല്ലോ. അവരോട് ചെറിയ ഷോപ്പിംഗ് ഉണ്ടെന്നും പിന്നെ എന്തായാലും ഋഷിക്ക് ഡ്രസ്സ് എടുക്കണമായിരിക്കുമല്ലോ, അതും പറഞ്ഞതിന് ശേഷം പോകുന്ന ടൈം വെച്ചിട്ട് പോവാം. ഏതായാലും ഈവനിങ് അവർ വന്നാലേ നമുക്ക് പോക്കും വരക്കൊക്കെ നടക്കത്തുള്ളൂ.
ആദ്യം അവരെ പോയി അറിയിക്കട്ടെ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്ത കാര്യമൊക്കെ. ഏതായാലും ഋഷിക്ക് ഡ്രസ്സ് എടുക്കണം, അന്നേരം നമ്മുടെ കാര്യം കൂടെ നടക്കും. ശരി എന്നാ. അവർ പോയപ്പോൾ ഇങ്ങോട്ട് കയറി വന്നതാണല്ലോ. അറിയോ ഓക്കെ? നീ ഓക്കെ അല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ ഡിസ്റ്റർബ് ചെയ്യാൻ വരാതിരുന്നത്. അവിടെ എല്ലാവരും ഭയങ്കര ഉത്സാഹത്തില. പുതിയ ആളൊക്കെ വന്നിട്ടുണ്ട്, ഹനാമിക്ക, അനു. തൃശ്ശൂരിൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. നല്ല രസമുണ്ട്, ഡാൻസ് പ്രാക്ടീസൊക്കെ നടക്കുക. എന്താ നീ ഹാപ്പി അല്ലേ? നിന്റെ ബോയ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ നാളെ, എന്നിട്ട് നീ ഇത്ര മൂഡ് ഓഫ് ആയിട്ടിരുന്ന? അവന് നാളെ വിഷൊക്കെ കൊടുക്കണ്ടേ? ഞാനെന്തിനാ മുസാനെ വിഷ് കൊടുക്കുന്നത്? ഫസ്റ്റ് വിഷ് ഖുഷി കൊടുത്തില്ലേ? അവൻ പറഞ്ഞ നീ കേട്ടില്ല? അവളെക്കുറിച്ച് അവൻ വാദോരാതെ പൊക്കിയത് നീ കേട്ടില്ലേ? എൻ്റെ തെറ്റാ. എല്ലാ പ്രാവശ്യവും ചീത്ത കേട്ടാലും അട്ടും തുപ്പും കേട്ടാലും ഫസ്റ്റ് വിഷ് കൊടുക്കുന്ന ഞാനാ. ഇപ്രാവശ്യം ഞാനത് മറന്നു. ഞാൻ എന്ത് ജന്മമാണോ എന്തോ. സ്നേഹിച്ച ആളെ കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാണിച്ച് കൂട്ടണം ദൈവമേ ഞാൻ ഈ ലോകത്ത്. എനിക്കൊന്നും വിധിച്ചിട്ടില്ല, ഒന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും. അറ്റ്ലീസ്റ്റ് ഋഷീനെങ്കിലും എനിക്ക് തന്നൂടെ? അവിടെ എനിക്ക് പരീക്ഷണങ്ങൾ മാത്രം തരുന്നില്ല, എനിക്കവന് തരത്തില്ല. ഞാനിനി ഇതിൽ കൂടുതൽ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും എനിക്ക് തരത്തില്ല. എനിക്കറിയാം എന്നെ ഇങ്ങനിട്ട് വേദനിപ്പിക്കാനാ ദൈവത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യമൊന്നും. എനിക്ക് ഫസ്റ്റ് വിഷ് കൊടുക്കാൻ പറ്റിയില്ല. ഞാനവൻ്റെ ബർത്ത്ഡേ മറന്നുപോയി. അവരെന്നെ ഉദ്ദേശിച്ച അങ്ങനെയൊക്കെ സംസാരിച്ചത്. യുനോ, അവനെന്നെ മാത്രം അവിടെ ഉദ്ദേശിച്ചത്. ഞാനൊട്ടും ഓക്കെ അല്ല. എനിക്ക് വയ്യ മുസു. അയ്യേ ചൈതു ഇത്ര സില്ലിയായിരുന്നോ? നോക്ക്, ഒരു ബർത്ത്ഡേ വിഷ് കൊടുക്കാൻ പറ്റാത്തതിനാണോ നീ ഇത്ര ഫീൽ ആവുന്നത്? എടാ, ഈ ലോകത്ത് ഒരുപാട് രീതിയിൽ പ്രണയിക്കുന്നവരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ആരാന്നറിയോ? ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ളവരാ. ചിലപ്പോൾ 4-5 വർഷത്തിൽ ഒരിക്കലായിരിക്കും അവർക്ക് കാണാൻ പറ്റുന്നത്. അന്നേരം അവർക്ക് ഒരുപാട് കഥകൾ കാണും. അതിലവർ ഹാപ്പി ആയിരിക്കും ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷനിൽ. അത് വെച്ച് നോക്കുമ്പോൾ നീ ഭയങ്കര ഹാപ്പിയാ, നീ ഭയങ്കര ലക്കിയാ. നിന്റെ അടുത്ത് തന്നെ ഉണ്ട്, ഒരു വീട്ടിൽ തന്നെ ഉണ്ട്. എടാ, ഈ വൺ സൈഡ് ലവ് എന്നൊക്കെ പറയുന്ന അത്ര വലിയ ഫീലിങ്സ് ഉള്ള കാര്യമെന്നാണോ നിന്റെ വിചാരം? അല്ല എടാ, അതൊരു ഹാപ്പിനെസ്സാ. പിന്നെ ഈ വൺ സൈഡ് ലവ് നമ്മൾ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് അത് അറിയാമെങ്കിൽ അതെങ്ങനെയാടാ വൺ സൈഡ് ലവ് ആവുന്നത്? എടാ, ഇവിടെ നമുക്ക് ഉറപ്പാ അവന് നിന്നെ ഇഷ്ടമാണ്. പിന്നെ എന്തൊക്കെയോ ചെറിയ ചെറിയ തടസ്സങ്ങൾ, അതെന്തായാലും പോകുമെന്നുള്ള വിശ്വാസം നിനക്കുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നീ ഇങ്ങനെ നിൽക്കുന്നത്. എടാ, ഇപ്പോൾ ഉള്ള ഈ സിറ്റുവേഷനൊക്കെ നീ മാറ്റിക്കണം. ഒരു ബർത്ത്ഡേ വിഷ് കൊടുക്കാത്തത് അതിനാണോ നീ ഇത്ര ഫീൽ ആവുന്നത്? അതൊക്കെ വിട്. എന്നെ ഇക്കാശ് വിളിച്ചിരുന്നു. വൈകിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകാനായിട്ട് റെഡിയായി നിൽക്കാൻ പറഞ്ഞു. അവർ വരുമ്പോൾ എന്തൊക്കെയോ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, നാളത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള. എൻ്റെ പൊന്നുമോൻ അതുകൊണ്ട് ഈ കരഞ്ഞു മോങ്ങി കുളവാക്കാണ്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കും. നമുക്കെല്ലാം സെറ്റാക്കണം, ഞാനല്ലേ പറയുന്നത്. അതിനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മളെല്ലാം സെറ്റാക്കിയിരിക്കും, ഓക്കെ? അതുകൊണ്ട് കരഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് മൂഡ് കളയാണ്ട് സെറ്റായിട്ട് നിൽക്കും. ഇന്ന് ബർത്ത്ഡേ വിഷ് കൊടുക്കാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. നാളെ അല്ലേ അവൻ്റെ ബർത്ത്ഡേ, നാളെ നീ കൊടുത്തോ. ഫസ്റ്റ് വിഷ് തന്നെ നീ കൊടുത്തോ, അപ്പോൾ പ്രശ്നം തീരൂടെ? അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കല്ലേ. കൂളായിട്ട് പോയി ഫ്രഷായി നിൽക്കും,
കുറച്ച് കഴിയുമ്പോൾ അവർ വരും. അപ്പൊ നമുക്ക് പോണ്ടേ?